തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിൽ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി നശിക്കുകയാണ്. വെള്ളം നൽകാതെ കർഷകരെ ദുരിതത്തിലാക്കിയ ജലസേചന വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 2 ആഴ്ചയിലധികമായി വെള്ളം ലഭിക്കാതെ നെൽകൃഷി കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാവുക. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണുള്ളതെന്നാണ് പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറംചാലിൽ വെള്ളം എത്തിയിട്ടില്ല. ചാലുകൾ വറ്റി വരണ്ടു തുടങ്ങി. ജനുവരി 22 തൊട്ട് വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ദിനദിനമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വളരെയധികം വീഴ്ച തന്നെയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്ത് ഒരു വിധ സഹായവും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ മറുപടി ഇന്ന് വെള്ളം വിട്ടു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലില്ല. വെള്ളമില്ലാതായതോടെ നെല്ലിൽ പുളി കയറി കരിഞ്ഞു തുടങ്ങിയതായി കർഷകർ പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഇതിന് തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഇറിഗേഷൻ കനാലാണ്. 20 ദിവസമായിട്ട് ആ ചാല് വറ്റിക്കെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അരിമ്പൂര് പഞ്ചായത്ത്, അന്തിക്കാട് മേഖല എന്നീ പ്രദേശങ്ങളിലെ നിലങ്ങൾ ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരു അവസ്ഥയാണ്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കർഷക സംഘം സെക്രട്ടറി K. രാഗേഷ് പറഞ്ഞു. കർഷകർ വെള്ളം കിട്ടാതെ വലയുന്ന അവസ്ഥയിലും ചിലയിടത്ത് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ താറാവ് കൃഷിക്കായി ഇറിഗേഷൻ അധികൃതരുടെ ഒത്താശയിൽ പാടത്ത് വെള്ളം നിറച്ചു കൊടുക്കുന്ന പ്രവണതയുമുണ്ടെന്ന് കർഷകർ പറയുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. ജനം, തൃശൂർ.